നമ്മളിവിടെ വണ്ടാനം ആശുപത്രി എനിക്ക് പോയിട്ടുണ്ട് ഒരു അനുഭവം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എൻ്റെ ഒരു അടുത്ത ബന്ധുവിന് ഒരു എമർജൻസി ആക്സിഡൻ്റായിട്ട് ഞാൻ പോയതാണ്. അപ്പം തലയ്ക്ക് പൊട്ടലുണ്ട്, ഇവിടെ കൈയുടെ 2 വിരലിൻ്റെ ഗ്യാപ്പിനിടയ്ക്ക് ഉള്ളിൽ കല്ലൊക്കെ തറച്ച് കയറിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ നമ്മുടെ ഹരിപ്പാട്ട് ആശുപത്രിയിൽ നിന്ന് വണ്ടാനത്തോട്ട് പുള്ളി ട്രാൻസ്ഫർ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ആ അഴുക്കൊക്കെ അതേപോലെ വെച്ച് ഹരിപ്പാട് ആശുപത്രിയിൽ ചുറ്റുവിട്ടു. ഇനി അതൊക്കെ പൊട്ടാൻ വെക്കുക. വണ്ടാനത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഇതൊക്കെ തുറന്ന് കഴിയുമ്പോൾ കല്ലൊക്കെ അതുപോലെ ഇരിക്കുക. അവരൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും. ഇപ്പം ഞാൻ ഡോക്ടറോട് ഡോക്ടർ ഈ കല്ലൊക്കെ ഇരിക്കുകയല്ലേ, ഇതൊന്ന് ക്ലീൻ ചെയ്യണ്ടേ? എന്നോട് പറയുക നിനക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് തരാമെന്ന്. സത്യം പറഞ്ഞാൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവരും ജൂനിയേഴ്സ് ആയിട്ടുള്ളവരാണ്. ഒരു ഒറ്റ സീനിയർ ഡോക്ടറെ ഞാൻ രാത്രിയിൽ അവിടെ കണ്ടില്ല. അത് മാത്രമല്ല വെറും ചന്ത പെരുമാറ്റം എന്നൊക്കെ പറയാമല്ലോ. അവിടെയുള്ള അവർ പിള്ളേരായിട്ടുള്ള മൊത്തം പേരും അവിടുത്തെ ടേബിളിൻ്റെ ഡെസ്കിനൊക്കെ വലിഞ്ഞ് കയറി ഇരുന്ന് അവർ കഥയും പറഞ്ഞ് അതും ഇതും പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഭയങ്കര നോയ്സൻസ് ആണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, എമർജൻസി വാർഡാണ്. അവിടെയുള്ള കിടക്കുന്ന പേഷ്യൻസ് എല്ലാം മരണം കാത്ത് കിടക്കുന്നവർ തന്നെ എന്ന് പറയാം, അല്ലെങ്കിൽ മരിക്കാൻ സാധ്യതയുള്ളവരുമാണ്. ഇവരുടെ അടുത്ത് ഇവരുടെ ബന്ധുക്കളൊക്കെ ഇരുന്ന് കരഞ്ഞ് സീരിയസ് ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷനിൽ തൊട്ടിപ്പുറത്ത് ഇവരിരുന്നിട്ട് കഥയും പറഞ്ഞ് വെറും എന്ത് പറയുക, നമ്മളൊരു ചന്തയിൽ പോയാണ് എനിക്ക് സത്യം പറഞ്ഞ സംശയം തോന്നി. ഇങ്ങനെ വർത്തമാനം പറയേണ്ട സാഹചര്യം ഞാൻ കണ്ടുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് ഇവിടെ തലയിലൊരു പൊട്ടലുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നോക്കിയപ്പോൾ നല്ല മുറിവാണ്, ഒന്നും ചെയ്തിട്ടില്ല. കുറേ നേരമായിട്ട് ഇവരാണെന്നില്ല. ഞാൻ ചെന്നൊരു ഡോക്ടറോട്, ഡോക്ടർ ഇത് നല്ല പ്രശ്നമല്ല, നല്ല മുറിവല്ലേ, ബ്ലഡൊക്കെ വരുന്നില്ലെന്ന്. അത് സ്റ്റിച്ച് ഇടണമെങ്കിൽ നീ പറയുവാണെങ്കിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ഇടാമെന്ന്. സത്യം പറഞ്ഞാൽ സ്റ്റിച്ച് ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണോ? സത്യം പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നാൽ നോക്കിയിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുക എന്നുള്ള അവിടെ ഡോക്ടർമാരുടെ എല്ലാം അവരുടെ ഉത്തരവാദിത്തമില്ല. മൊത്തം ജൂനിയേഴ്സ് പിള്ളേരിരുന്നിട്ട് അവർ എന്തൊക്കെയാണ് കാണിക്കുക. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും ഞാൻ കുറ്റം പറയാം. അതിൻ്റെ ഇടയ്ക്ക് മാന്യതയുള്ള ഒരാളെ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു വ്യക്തി എൻ്റെ കയ്യിൽ നിന്ന് അത് കഴിഞ്ഞ് വന്നിട്ട്, പുള്ളിയാണ് എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ട് ആ ഡോക്ടർ എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ട് ഞാൻ ഈ ഒരു റിപ്പോർട്ടൊക്കെ മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു സ്റ്റിച്ച് ഇടേണ്ട കാര്യമുണ്ട്, പുള്ളി സ്റ്റിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. പുള്ളി സ്റ്റിച്ച് ഇടാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ പല സാധനങ്ങളും ഒന്ന് എമർജൻസി ആയിട്ട് സ്റ്റിച്ച് ഇടേണ്ട സ്ഥലമെന്ന് ആലോചിക്കണം. പല സാധനങ്ങളും ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. ഈ എമർജൻസി അതിനകത്തിലും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു വൃത്തിഹീനമായ സാഹചര്യമൊക്കെ ഞാൻ പലയിടത്തും കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പേഷ്യൻ്റ് അവിടെ ഛർദ്ദിച്ചു. ആ പേഷ്യൻറ്റിൻ്റെ കൂടെ വന്ന ബൈസ്റ്റാൻഡറെ കൊണ്ട് ആ തറ മൊത്തം തുടപ്പിച്ചെന്ന് പറയുമ്പോഴേക്കും ഒന്ന് ആലോചിച്ച്. അവിടെ ആണെങ്കിൽ പൈസ മേടിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ക്ലീനിങ് സ്റ്റാഫ് തന്നെയാണ് ഈ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറിനോട് പറയുന്നത് തറ മൊത്തം തുടയ്ക്കണം. എന്ത് പറയുന്നത്, നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു തോന്നിവാസമല്ലേ ഇവർ കാണിക്കുന്നത്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചോദ്യം ചെയ്ത് എനിക്കെതിരെ ചോദിക്കാൻ നിൽക്കേണ്ട.